ഹരിശ്രീ ഗണപതയേ നമഃ. ഹരിനമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് വാൽമീകി രാമായണം സുന്ദരകാന്ഡം ത്രയോവിംശ സർഗ. രാക്ഷസി പ്രേരണം. രാക്ഷസികൾ സീതയെ പ്രേരിപ്പിക്കുന്നു. ഇത്യുക്ത്വാ മൈഥിലിം രാജാ രാവണ ശത്രുരാവണോ സന്ദിശ്യ തതഃ സർവാ രാക്ഷസീർ നിർജഗാമഃ. ശത്രുക്കളെ കരയിക്കുന്ന രാവണ രാജാവ് സീതയോട് ഇങ്ങനെ പറഞ്ഞ ശേഷം കാര്യങ്ങളെല്ലാം, അതായത് സീതയെ സ്വാധീനിക്കുന്ന കാര്യങ്ങളൊക്കെ രാക്ഷസികളെ ഏൽപ്പിച്ചിട്ട് അവിടെ നിന്നും മടങ്ങി. നിഷ്ക്രാന്തേ രാക്ഷസേന്ദ്രേതോ പുനരന്തപുരം ഗതേ രാക്ഷസ്യോ ഭീമരൂപാസ്ത സീതാം സമവിരുദ്രുവുഃ. രാക്ഷസേന്ദ്രൻ അന്തപുരത്തിലേക്ക് മടങ്ങിപ്പോയ ഉടനെ ഭയങ്കര സ്വരൂപിണികളായ രാക്ഷസികൾ സീതയെ ഒന്നിച്ചു വളഞ്ഞു. അതും ഒരു ഭീഷണിയാണ്. തത സീതാമുപാഗമ്യ രാക്ഷസ്യ ക്രോധമൂർച്ഛിത പരം പരുഷയാ വാച വൈദേഹിം ഹിതമബ്രുവൻ. പിന്നീട് കോപത്താൽ മതിമറന്ന രാക്ഷസികൾ സീതയെ സമീപിച്ച് മൂർച്ചയേറിയ പരുഷവചനങ്ങൾ പറഞ്ഞു തുടങ്ങി. പൗലസ്ത്യസ്യ വരിഷ്ഠസ്യ രാവണസ്യ മഹാത്മന ദശഗ്രീവസ്യ ഭാര്യത്വം സീതേന ബഹുമന്യസേ. സീതേ, പുലസ്ത്യ വംശത്തിൽ പിറന്നവനും മഹാത്മാവും 10 ശിരസ്സുള്ളവനുമായ രാവണന്റെ ഭാര്യാപദം നീ വലിയൊരു ബഹുമതിയായി കരുതുന്നില്ലല്ലോ. തത്വസ്തേക ജടാ നാമ രാക്ഷസീ വാക്യമബ്രവീത് ആമ്രന്ത്യാക്രോധാമ്രാക്ഷി സീതാം കരതലോധരിം. തുടർന്നു കോപത്താൽ കലങ്ങിച്ചോന്ന കണ്ണുകളോടെ ഏകജട എന്ന രാക്ഷസി കൃശോധരിയ സീതയെ വിളിച്ച് ഇപ്രകാരം പറഞ്ഞു. പ്രജാപതീനാം ഷണ്ണാന്തോ ചതുർത്ഥോ ഹ്യ പ്രജാപതി മാനസോ ബ്രഹ്മണപുത്ര പുലസ്ത്യ ഇതി വിശ്രുത. 6 പ്രജാപതിമാരിൽ വെച്ച് 4ാമനും ബ്രഹ്മാവിൻ്റെ മാനസപുത്രനുമാണ് പ്രശസ്തനായ പുലസ്ത്യൻ. അതായത് മരീചി, അത്രി, അങ്കിരസ്, പുലസ്ത്യൻ, പുലഹൻ, ക്രതു ഇവരാണ് 6 പ്രജാപതിമാര്. പുലസ്തസ്യ തേജസ്വി മഹർഷിർമാനസസ്വത നാമ്നാസ വിശ്രവ നാമ പ്രജാപതി സമപ്രഭ. പുലസ്ത്യൻ്റെ മാനസപുത്രനും തപശക്തിയാൽ തേജസ്വിയുമായ വിശ്രവസ് പ്രജാപതിക്ക്, അതായത് ബ്രഹ്മാവിന് സമാപ്രഭനാണ്. തസ്യ പുത്രോ വിശാലാക്ഷി രാവണ ശത്രുരാവണ തസ്യ ത്വം രാക്ഷസേന്ദ്രസ്യ ഭാര്യാ ഭവിതുമർഹസി മയോക്തം ചാരു സർവാംഗി വാക്യം കിം നാനുമന്യസേ. ഏ സുന്ദരി, ശത്രുക്കൾക്ക് അന്തകനായ രാവണൻ അദ്ദേഹത്തിൻ്റെ പുത്രനാണ്. രാക്ഷസേന്ദ്രനായ അദ്ദേഹത്തിൻ്റെ ഭാര്യാപദം അലങ്കരിക്കാൻ നീ യോഗ്യയാണ്. അത് ഇഷ്ടപ്പെടുക. ഏ സർവാംഗ സുന്ദരി, എൻ്റെ വാക്ക് നീ അനുസരിക്കുന്നുണ്ടോ ഇല്ലയോ? തതോ ഹരിജടാ നാമ രാക്ഷസീ വാക്യമബ്രവീത് വിവർത്തിയ നയനേ കോപാൻ ആർജാരഹദശേക്ഷണ. പിന്നെ പൂച്ചക്കണ്ണുകളുള്ള ഹരിജട എന്ന രാക്ഷസി കോപത്താൽ കണ്ണുകൾ ഉരുട്ടിമുഴിച്ച് ഒരു വാക്കു പറഞ്ഞു. ഏന ദേവാത്രയത്തിംശ ദേവരാജാശ്ച നിർജിതാഃ തസ്യത്വം രാക്ഷസേന്ദ്രസ്യ ഭാര്യ ഭവിതുമർഹസി. 33 ദേവന്മാരെയും ദേവേന്ദ്രനെയും ജയിച്ച ആ രാക്ഷസ രാജാവിൻ്റെ ഭാര്യയായിരിക്കാൻ നീ ഇഷ്ടപ്പെടുക. നീ അതിന് യോഗ്യയാണ് എന്ന് സാരം. അഷ്ടവസുക്കൾ, ഏകാദശ രുദ്രന്മാർ, 12 ആദിത്യന്മാർ, അശ്വിനി ദേവന്മാർ ഇവരാണ് 33 ദേവന്മാർ. ഇവരെയും ഇന്ദ്രനെയും ജയിപ്പിച്ചാൽ 33 കോടി ദേവന്മാരെയും ജയിച്ചു എന്ന് അർത്ഥം. അതായത് 8, 11, 12, 2 33 ആവുമല്ലോ. തതസ്തു പ്രഗസ നാമ രാക്ഷസീ ക്രോധമൂർച്ഛിത ഭഗ്നയന്തി തഥാ ഘോരം ഹിതം വചനമബ്രവീത് വീര്യോതിക്തസ്യ ശൂരസ്യ സംഗ്രാമേഷു നിവർത്തിന ബലിനോ വീരയുക്തസ്യ ഭാര്യാത്വം കിം ന ലപ്സ്യസേ. പ്രിയാം ബഹുമതാം ഭാര്യാം ത്യക്ത്വാ രാജാ മഹാബല സർവാസാം ച മഹാഭാഗാം താമുപേക്ഷ്യതി രാവണ സമൃദ്ധം ശ്രീസഹസ്രേണ നാനാരത്നോപശോഭിതം അന്തഃപുരം സമുത്സൃജ്യ താമുപേക്ഷ്യതി രാവണ. അപ്പോൾ പ്രഗസ എന്ന രാക്ഷസി കോപത്താൽ മതിമറന്ന് സീതയെ ഭയപ്പെടുത്തിക്കൊണ്ട് ക്രൂരമായി ഇങ്ങനെ പറഞ്ഞു. വീരനും ശൂരനും അജയ്യനും ബലിഷ്ഠനും പരാക്രമശാലിയുമായ രാവണന്റെ ഭാര്യാപദം നീ സ്വീകരിക്കുന്നില്ലേ? അദ്ദേഹം തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട, താൻ ആദരിക്കുന്ന ധർമ്മപത്നിയായ മണ്ഡോദരിയെ ഉപേക്ഷിച്ച് നിന്നെ സ്വീകരിക്കും, കൊണ്ടാടും.
അതിൽ കവിഞ്ഞൊരു ഭാഗ്യമുണ്ടോ? ബഹുസഹസ്രം സ്ത്രീകൾ നിറഞ്ഞ രത്നങ്ങൾ പതിച്ച് ശോഭിക്കുന്ന അന്തഃപുരം പിടിഞ്ഞ് അദ്ദേഹം നിന്റെ സമീപം വന്നു ചേരും. അന്യാതു വികടാ നാമ രാക്ഷസീ വാക്യമബ്രവീത് അസകൃദ്ദേവതായുധേ നാഗന്ധർവദാനവ നിർജിത സമരേയേന സദേ പാർശ്വമുപാഗത തസ്യ സർവസമൃദ്ധസ്യ രാവണസ്യ മഹാത്മന കിമദ്യ രാക്ഷസേന്ദ്രസ്യ ഭാര്യാത്വം നേച്ഛസേദമേ. വികട എന്ന മറ്റൊരു രാക്ഷസി ചോദിച്ചു. പലവട്ടം ദേവദാനവ നാഗ ഗന്ധർവന്മാരെ യുദ്ധത്തിൽ തോൽപ്പിച്ച പരാക്രമിയായ രാവണനാണ് നിന്റെ അടുത്ത് വന്ന് അപേക്ഷിക്കുന്നത്. എടി അതമ്മേ, സകല സമ്പത്തും സൗഭാഗ്യവും സമ്മേളിച്ച മഹാത്മാവും രാക്ഷസേന്ദ്രനുമായ രാവണന്റെ പത്നിയായിരിക്കാൻ നീ സമ്മതിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് പറയുക. തതസ്തു ദുർമുഖീ നാമ രാക്ഷസീ വാക്യമബ്രവീത് യസ്യ സൂര്യോ നതപതി ഹീതോ യസ്യ ജമാരുത നവാദി സ്മായതാവാംഗേ കിം ത്വം തസ്യ നിദിഷ്ടസി പുഷ്പവിഷ്ടിം ജതരവോ ഗുരുചൂര്യസ്യ വൈഭയാത് ശൈലാശ്ച സുഭ്രൂപാനീയം ജലദാശ്ചായതേച്ഛതി തസ്യ നൈരുതരാജസ്യ രാജരാജസ്യ ഭാമിനി കിം ത്വം ന പുരുഷേ ബുദ്ധിം ഭാര്യാർത്ഥേ രാവണസ്യ ഹി സാധുദേ തത്വതോ ദേവി കഥിതം സാധുഭാമിനി ഗ്രഹാണ സുസ്മിതേ വാക്യം അന്യഥാ ന ഭവിഷ്യസി. തുടർന്ന് ദുർമുഖി എന്ന രാക്ഷസി സീതയെ സമീപിച്ച് രാവണ മഹിമകൾ വർണ്ണിച്ച് സീതാഹൃദയം രാവണാഭിമുഖമാക്കാൻ പ്രയത്നിക്കുന്നു. അവൾ പറഞ്ഞു, നീൾമിഴിയാളെ, രാവണനെ ഭയപ്പെടാത്തവരായിട്ട് ആരുമില്ല. ഇവിടെ സൂര്യൻ കഠിന താപം ചൊരിയുന്നില്ല, വായു ശക്തിയായി വീശുന്നില്ല, വൃക്ഷങ്ങൾ സദാ പുഷ്പവൃഷ്ടി ചെയ്യുന്നു, മലകളും മേഘങ്ങളും രാവണന്റെ ഇച്ഛയ്ക്കനുസരിച്ച് മഴ പൊഴിക്കുന്നു. അങ്ങനെ ഭൂമിയിലും ആകാശത്തിലുമുള്ള എല്ലാ ശക്തികളും രാവണന്റെ ആജ്ഞയ്ക്കനുസരിച്ചേ പ്രവർത്തിക്കുന്നുള്ളൂ. അപ്രകാരമുള്ള രാജരാജനായ രാവണന്റെ ഭാര്യാപദം സ്വീകരിക്കാൻ നിനക്ക് സമ്മതമാണോ അല്ലയോ എന്ന് പറയുക. ഹേ സുന്ദരി, ഈ ഉപദേശം സമർത്ഥമായിട്ട് സ്വീകരിക്കുക. അല്ലാത്ത പക്ഷം നീ ജീവനോടെ ഇരിക്കുന്നതല്ല നിശ്ചയം. ഇത്യാശേ ശ്രീമദ് രാമായണേ വാൽമീകിയെ ആദികാവ്യേ സുന്ദരകാണ്ഡേ ത്രയോവിംശ സർഗഃ. 23ാമത്തെ സർഗം ഇവിടെ അവസാനിച്ചു. എല്ലാവർക്കും നമസ്കാരം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.